കാലമായി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരുന്നത് ബഹുമാന്യനായ മാധവൻപിള്ള സാർ. അപ്പോൾ 40ാമത്തെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെ നിർവഹിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഈ 40ാമത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഉള്ള നറുക്ക് എനിക്ക് വീണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെ വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ, സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് മുന്നിൽ വയ്യ, അല്ലെങ്കിൽ എനിക്ക് വരാൻ തിരക്കുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറെ തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്ന്. പല സ്ഥലങ്ങളിലും ഗാനമേള അടക്കമുള്ള ഘോഷയാത്രകൾ അടക്കമുള്ള ഉത്സവ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം മുതൽ ഏകദേശം കാര്യവട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയും, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് മുതൽ പാങ്ങോട് ഭരതന്നൂർ വരെയും വ്യാപിച്ച് കിടക്കുന്ന 16 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും വളരെ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള ഉത്സവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിരക്കുണ്ട്. ഒരുപാട് സമയം ചിലവഴിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെയുള്ള ഒരുപാട് ആളുകളെ എനിക്ക് നല്ല മുഖപരിചയവും അതുപോലെ തന്നെ വളരെ അടുത്ത് പരിചയവുമുള്ള ആളുകളാണ്. കാരണം 10-12 വർഷം മുമ്പ് ഞാനിവിടെ ചിറയൻകീഴ് SI ആയി ഇരുന്ന കാലം മുതൽ, അത് കഴിഞ്ഞ് ആറ്റിങ്ങൽ സർക്കിൾ ഇൻസ്പെക്ടറായി ജോലി നോക്കിയിരുന്ന കാലഘട്ടത്തിലും, ഇപ്പോൾ ഇതാ DYSP ആയി ജോലി നോക്കി വരുന്ന ഈ കാലഘട്ടത്തിലുമൊക്കെ ഈ പ്രദേശത്ത് നിരവധി തവണ ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്നതിനും, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും, ഇവിടെ വിഹരിച്ചിരുന്ന ഒരു പറ്റം ക്രിമിനലുകളുടെ പുറകെ ഈ പാലത്തിൻ്റെ അടിയിലൂടെയും അതുപോലെ തന്നെ ഈ ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഓടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ പല ആളുകളെയും വളരെ മുഖപരിചയമുള്ള ആളുകളാണ്. ഇവിടെ ഇരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ കാവടി ഘോഷയാത്രയ്ക്ക് അകമഴിഞ്ഞ സഹായം ചിറയൻകീഴ് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും, അതുപോലെ തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന സർക്കിൾ ഓഫീസിൽ നിന്നായാലും ഒക്കെ ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നാം ഒരു ഉത്സവം നടത്തുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഒരു കാവടി ഘോഷയാത്ര മാത്രമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത്, ക്ഷേത്രം എന്ന് പറയുമ്പോൾ പണ്ട് കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യക്കാരുടേത്, പ്രത്യേകിച്ച് മലയാളികളുടേത്. അപ്പോൾ ആ കൃഷിക്ക് കാവൽ നിൽക്കുന്ന ഒരു കാവലാളിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വയലെന്നാണ് അർത്ഥം. അപ്പോൾ അതിന് കാവൽ നിൽക്കുന്ന ഒരു മൂർത്തി. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിരവധിയായ ഹിന്ദു മത ആചാരങ്ങളിൽ, ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദു വിശ്വാസത്തിൽ മനുഷ്യന് ഭയമുള്ള വസ്തുക്കൾ മുതൽ, അതായത് അഗ്നിയായാലും പാമ്പായാലും അതുപോലെ തന്നെ കാറ്റായാലും അതിനെയൊക്കെ നാം ആരാധിച്ചു. പിന്നീട് ഓരോ ദൈവങ്ങളെ നാം ആരാധിച്ചു. വിശ്വാസങ്ങൾ നമുക്കുണ്ടായി. വിശ്വാസങ്ങൾ ഒരാളിൻ്റെ വിശ്വാസം മറ്റൊരാളിലേക്ക് പകർന്നു. ആ ആളുടെ വിശ്വാസം ഒരു സമൂഹത്തിലേക്ക് പകർന്നു. ആ സമൂഹത്തിൻ്റെ വിശ്വാസം ഒരു ദേശത്തേക്ക് പകർന്നു. അങ്ങനെ ആ ദേശത്തിൻ്റെ വിശ്വാസം ആ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റി. അങ്ങനെയാണ് പല മഹാക്ഷേത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മുടെ വിശ്വാസമാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും ചെറിയ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളുമാക്കി മാറ്റുന്നത്. നമുക്കറിയാം, അയ്യപ്പൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. ശബരിമലയിലുണ്ട് അയ്യപ്പൻ, വളരെ ചെറിയ ക്ഷേത്രങ്ങളിലുണ്ട് അയ്യപ്പൻ. എന്തുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പനും ചെറിയ ക്ഷേത്രത്തിലുള്ള അയ്യപ്പനും ഒരു അയ്യപ്പൻ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് വൃശ്ചിക മാസത്തിൽ നാം വ്രതം നിന്ന് മാല ഇട്ട് ഇരുമുടിക്കെട്ട് കെട്ടി നാം ശബരിമലയ്ക്ക് പോകുന്ന ആ ക്ഷേത്രത്തിൽ പോയാൽ പോരെ എന്ന് നാം ചോദിക്കും. പക്ഷെ അവിടെയാണ് വിശ്വാസമുള്ളത്. ആയിരക്കണക്കിനായ, ലക്ഷക്കണക്കിനായ, കോടിക്കണക്കിനായ ആളുകൾ ഒരു മനസ്സോടുകൂടി ഒരു ലക്ഷ്യത്തിലേക്ക് വ്രതം നിന്ന് വിശ്വാസത്തോടുകൂടി കടന്നു വരുമ്പോൾ അതൊരു കല്ലായാലും അതിന് ശക്തി പ്രാപിക്കുമെന്നുള്ള വിശ്വാസം. മുരുകനെ അവിടെ എത്തി ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന നിർവൃതി, അത് പൂർണ്ണമാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുവായ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്.
അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും ഒരു സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്നും ദേശത്തിലേക്കും, ദേശത്തിൽ നിന്നും രാഷ്ട്രത്തിലേക്കും വളരുമ്പോഴാണ് ഒരു ക്ഷേത്രം മഹാക്ഷേത്രമാകുന്നത്. ഇപ്പോൾ നാം കണ്ടുവരുന്ന ഉത്സവങ്ങൾ പലതും ഓരോ വ്യക്തികളുടെ ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്സവങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്നോട് ആർക്കെങ്കിലും അതിന് എതിർപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക. പലരുടെയും ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉത്സവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് ക്ഷേത്രങ്ങളിൽ, അതായത് പണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മുണ്ടു മുറുക്കി കൊടുത്തുകൊണ്ട് പാടത്ത് പണിയെടുക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾ തേരാപ്പാര നടക്കുമ്പോൾ അതിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു അന്നദാനം ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ആൾ കൂടും. എന്തിനാണ്? കുഴി കുഴിച്ച് അവിടെ പാളയിലോ അല്ലെങ്കിൽ ഇലയിലോ കഞ്ഞി വിളമ്പി അതിനടുത്ത് കറി വിളമ്പി കൊടുക്കുമ്പോൾ ഒരു നേരം അവൻ്റെ വയറ് നിറയും അല്ലെങ്കിൽ അവളുടെ വയറ് നിറയും എന്നുള്ള ആർത്തിയിൽ അവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ, ഭഗവാനെ ഇന്നെനിക്ക് അന്നം കിട്ടിയെന്ന് ദൈവത്തെ മനസ്സൊന്നൊന്ന് വിളിക്കും. ഇന്ന് മിക്കവാറും ക്ഷേത്രങ്ങളിലും അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ്? രാധാകൃഷ്ണൻ നായർ 25 ചാക്കരി. അത് ആൾ കഴിച്ചാലും കഴിച്ചില്ലേലും രാധാകൃഷ്ണൻ നായർക്കൊന്നുമില്ല. പക്ഷേ വെണ്ടയ്ക്ക അക്ഷരത്തിൽ 25 ചാക്ക് അരിയുടെ പേര് അവിടെ വരണം. സോമശേഖരൻ 10 പാട്ട എണ്ണ. അത് കറി വെച്ചാലും അല്ലെങ്കിൽ കളഞ്ഞാലും സോമശേഖരന് പ്രശ്നമില്ല, പക്ഷേ പേര് വരണം. പിന്നെ അത് കഴിഞ്ഞ് കഴിക്കുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ വീട്ടിൽ ആഹാരം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനുള്ള ആർത്തിയോടോ കൂടിയല്ല വരുന്നത്. പലരും ഇതൊരു ആഡംബരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്നദാനം നല്ലതാണ്, ഒരിക്കലും അന്നദാനം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ആവശ്യമുള്ള അന്നദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ആ മഹത്വം മനസ്സിലാക്കി വേണം അന്നദാനം നൽകുന്നതിന്. അത് ഇവിടെ അന്നദാനം ഇല്ല, ഉണ്ടോ? അപ്പോൾ ആ മഹത്വത്തോടു കൂടി തന്നെ അന്നദാനം നൽകണം ആളുകൾക്ക്. അതുപോലെ തന്നെ കാവടി ഘോഷയാത്ര ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പോലീസിൻ്റെ ബന്ദോബസ്ത് വേണം. പോലീസിൻ്റെ ബന്ദോബസ്ത് ഇല്ലെങ്കിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് കാവടി ഘോഷയാത്രയിലെ പ്രധാനമായ ഒരു വിഷയമാണ്. കാവടി ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ദിവസങ്ങളോളം വ്രതം നിന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വ്രതശുദ്ധിയോടുകൂടി നിന്ന് ആണ് വേൽ കുത്തുന്നത്. അത് വ്രതം നിന്നാൽ മാത്രമേ ആ വേദനയില്ലാതെ കുത്താൻ കഴിയൂ എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ മൂർച്ഛിച്ചു വരുമ്പോൾ, ആ മൂർധന്യാവസ്ഥയിൽ നമ്മുടെ ശരീരത്ത് വേൽ കുത്തിയിറക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടില്ല. അങ്ങനെ വ്രതം നിന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഈ കാവടി ഘോഷയാത്രയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ, ആ ഭക്തനെ സഹായിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അതിന് ചുറ്റുമുണ്ടാകും. വ്രതമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. മിഷ്ടാന്നം സോമരസമൊക്കെ അകത്താക്കി അയാൾ ചെണ്ടയുടെ താളത്തിൽ തുള്ളുമ്പോൾ ഇയാൾ സോമരസത്തിൻ്റെ താളത്തിൽ തുള്ളി ആടി ഉലഞ്ഞ് ഇയാളെ സഹായിക്കണമെന്ന വ്യാജേന വരും. അപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളുടെ വേല് മുന്നിൽ നിൽക്കുന്ന ആളെ തട്ടി, അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പ്രശ്നമായി. ഇതൊക്കെ ഒഴിവാക്കണം. പോലീസല്ല ഒരു ഘോഷയാത്രയെ നിയന്ത്രിക്കേണ്ടത്, പക്വമതിയായ നാട്ടുകാരാണ്. പക്വതയുള്ള, തിരിച്ചറിവുള്ള നാട്ടുകാരുടെ ഇടപെടലോടുകൂടി യാതൊരു ക്രമസമാധാന പ്രശ്നവുമില്ലാതെ ഈ വർഷത്തെ കാവടി ഘോഷയാത്ര ലക്ഷ്യസ്ഥാനത്തെത്തി. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച മാധവൻപിള്ള സാറിനും ഇതിൻ്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടിയുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ബഹുമാന്യരെ, ദശാബ്ദങ്ങളായി നമ്മുടെ ഈ ആഘോഷ പരിപാടികൾക്ക് മാർഗദർശനമേ കാവടി കമ്മിറ്റിയുടെ രക്ഷാധികാരി ശ്രീ കടക്കാവൂർ വി മാധവൻപിള്ള സാറിനെ കാവടി കമ്മിറ്റിക്ക് വേണ്ടി ആദരണീയനായ DYSP അവർ പൊന്നാട അണിയിച്ച് ഈ ചടങ്ങിൽ